ഹലോ വെൽക്കം ബാക്ക് ടു ഹഫീസ് റെസിപ്പീസ്. അപ്പോൾ റംസാൻ സ്പെഷ്യലായിട്ട് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ റോളിൻ്റെ ഒരു റെസിപ്പിയാണ്. ചിക്കൻ റോൾ ഏകദേശം ചിക്കൻ റോൾ സ്റ്റൈലിലുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും റംസാനൊക്കെ ആയതുകൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ ഇങ്ങനെ തപ്പി നടക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഡെയിലി സമൂസ കട്ട്ലറ്റൊക്കെ ട്രൈ ചെയ്യുന്നതിന് പകരം വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സൊക്കെ ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു, പിന്നെ കുറച്ച് ജിഞ്ചറും കുറച്ച് ഗാർലിക്കും ഇട്ട് കൊടുത്തു. ഒന്ന് ജസ്റ്റ് അതൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി. ഇതിന് ശേഷം ഞാനൊരു മൂന്ന് ഒനിയന് ചെറുതാക്കി മുറിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഒരു 3 വലിയ ഒനിയന് ചെറിയ പീസായിട്ട് നമ്മൾ സമൂസയ്ക്കൊക്കെ മുറിക്കുന്ന പോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതൊന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്കൊന്ന് വഴന്ന് വരുന്ന വരെ ഒന്ന് ഇതാക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പെട്ടെന്ന് വഴന്ന് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു നമ്മളൊന്ന് മിക്സ് ചെയ്യാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒനിയന് വഴന്ന് വന്നപ്പോൾ ഞാൻ ഒരു കുക്കുംബർ ഗ്രേറ്റ് ചെയ്തതാണ്. നമ്മൾ ചെറുതാക്കി ഒരു ചെറിയ കുക്കുംബറാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതൊന്ന് കുറച്ച് ഈ കുക്കുംബർ ആകുമ്പോൾ അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യാം. ഇനി ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓപ്ഷണലാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എനിക്കിത് എരിവ് പാകാമെന്ന് തോന്നില്ല, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണും കൂടി ചില്ലി പൗഡർ ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഗരം മസാല പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ പൊരിച്ചിട്ട് അതിൻ്റെ ഇറച്ചി എടുത്തിട്ട് നമ്മൾ ഗ്രൈൻഡറിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ചപ്പ് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ ചിക്കൻ റോളിലേക്കുള്ള അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഒരു 1.25 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരിച്ചെടുത്തതാണ്. നമുക്ക് ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഹോട്ട് വാട്ടർ, നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ പത്തിരിയൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് മൈദപ്പത്തിരിയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ ബോൾസ് ആക്കിയിട്ടുണ്ട്, നമ്മളിത് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധാ മൈദപ്പത്തിരി ഒക്കെ പരത്തുന്ന ആ ഒരു ഇതിൽ പരത്തിയെടുക്കുക. അധികം വലുപ്പമൊന്നും വേണ്ട, ഒരു ഇതിൽ നമ്മളിത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിലേക്ക് ഇതിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇനി നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ എല്ലതും ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ട്ലറ്റിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ആദ്യം ഒന്ന് മുട്ടയിലൊന്ന് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കി അതേപോലെ ചെയ്യുക. ഞാനിതൊന്ന് മുട്ടയിൽ മുക്കിയിട്ട് ഇനി ബ്രെഡ് ക്രംസിലൊന്ന് മുക്കുന്നുണ്ട്. ഞാൻ ഈ ബ്രെഡ് ക്രംസ് നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു. ഞാൻ നോമ്പിന് ഇത് സ്റ്റോർ ചെയ്ത് വെക്കലാണ്. അപ്പോൾ എല്ലാ ഇതും നമ്മൾ റെഡിയാക്കി എടുത്തു. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനതിൽ കുറച്ച് ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഒരു ചിക്കൻ റോളിൻ്റെ ഇത് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
നമ്മളെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റുക. അപ്പോൾ നമ്മളെ ചിക്കൻ റോള് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.